ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇന്നൊരു ബുക്ക് മാർക്ക് ചെയ്യാം. ആദ്യം തന്നെ നമുക്കൊരു സ്ക്വയർ എടുക്കണം. സ്ക്വയറിൻ്റെ മെഷർമെൻറ്റ് 10x10 ആണ്. പിന്നെ നമുക്ക് ആ സ്ക്വയറിൻ്റെ ഒരു സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മളൊന്ന് പ്ലസ് പോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആ സെൻറ്റർ പോയിൻ്റ് കിട്ടും. എന്നിട്ട് അവിടെ രണ്ട് ഇതുണ്ടാവില്ലേ, അത് നമ്മളൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ അവിടെ എക്സ് ഇടുന്നില്ലേ, അതെല്ലാം കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് 3 ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ദേ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഈ ഷേപ്പ് പോലത്തെ ഒരു ഷേപ്പ് കിട്ടും. എന്നിട്ട് നമ്മൾ ഈ റൈറ്റിലോട്ടുള്ള കൊമ്പ് ലെഫ്റ്റിലോട്ട് മടക്കണം, ലെഫ്റ്റിലുള്ള കൊമ്പ് റൈറ്റിലോട്ട് മടക്കണം. അത് വീഡിയോയിൽ കണ്ടില്ല, സോറി. പിന്നെ അവിടെ നമുക്ക് ഒരു പശ ഇട്ടിട്ട് അത് ഒട്ടിക്കണം കേട്ടോ. ഇതേ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ഒരു ക്യാപ്പ് പോലെ കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു എന്തെങ്കിലും ഒരു ചിത്രം വേണമെങ്കിൽ ഒട്ടിക്കാം. ഞാനവിടെ ഒരു പാൻ്റാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് കളർ കൊടുക്കാം. ഞാൻ ആൽക്കഹോൾ മാർക്കറാണ് കേട്ടോ, 24 പീസസ്. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം ബ്ലാക്ക് എടുത്തിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ബാക്കിയൊക്കെ സെറ്റായി. പിന്നെ ഞാൻ കണ്ണ് ഒരു പെന്നിലാണ് കേട്ടോ വരയ്ക്കുന്നത്. കാരണം മാർക്കറിൽ വരയ്ക്കുമ്പോൾ അത് നേരാവുന്നില്ല, അതുകൊണ്ട് ഞാൻ പെന്നിൽ വരച്ചു കണ്ണ്. പിന്നെ ഞാൻ പിങ്ക് കളർ ആ ചെവിക്കും പിന്നെ ബ്ലഷ് പോലെ കുറച്ച് ക്യൂട്ട് കാണാൻ വേണ്ടിയിട്ട് ബ്ലഷിനും ആ ഒരു പിങ്ക് കളറൊന്ന് അടിച്ചു കൊടുത്തു കേട്ടോ. ലാസ്റ്റ് ആകുമ്പോൾ ഇത് പാണ്ടായോ വേറെ എന്തെങ്കിലും സാധനമായോ നമുക്കറിയത്തില്ല. പക്ഷെ ഇത് പാണ്ടേൻ്റെ ലുക്കൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരയ്ക്കാം കേട്ടോ, പാണ്ടെന്ന് വരയ്ക്കണമെന്നില്ല. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്തു. ഇനി നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഒന്ന് ഗ്ലൂ ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം.